ഒരു സംശയവും വേണ്ട. ഒരു ഒക്ടോബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് 5000 എന്ന ടാർഗറ്റ് എത്തിയിരിക്കും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ 100 ലക്ഷം സ്ത്രീകളിൽ 20 ലക്ഷം സ്ത്രീകൾക്ക് പോലും വിവിധ കാരണങ്ങളാൽ പുറത്ത് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെന്ന് മുൻ മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. 1000 പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളം, കുടുംബശ്രീ, ജില്ലാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജോബ് എക്സ്പോ 2.0 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതിയുടെ ആസൂത്രണ മികവിലെ പൊൻതൂവലായി നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും വിവിധ തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകി ജോലി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സേഫ് പദ്ധതിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം, കുടുംബശ്രീ, ജില്ലാ മിഷൻ എന്നിവരുമായി സഹകരിച്ചാണ് ജോബ് എക്സ്പോ 2.0 സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൊഴിൽ മേള മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവുമായ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 100 ലക്ഷം സ്ത്രീകളിൽ 20 ലക്ഷം പോലും പല കാരണങ്ങളാൽ പുറത്ത് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സേഫ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ പ്രായോഗികമായ നടത്തിപ്പിലേക്ക് ഈ ജോബ് എക്സ്പോ വഴി നമ്മൾ കടക്കുകയാണ്. എന്താ ഈ സേഫ് പദ്ധതി? നമ്മുടെ നഗരസഭ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന നഗരങ്ങളിൽ നിന്നാണ് പെരിന്തൽമണ്ണ. ആ വളർച്ചയുടെ അടിസ്ഥാനം ഈ നഗരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ആശുപത്രികൾ, അവിടെ ജോലി ചെയ്യാൻ വരുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, ചികിത്സക്ക് വരുന്ന രോഗികള്, അവയുടെയൊക്കെ അനുബന്ധ സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം വേണ്ടി വരുന്ന പുതിയ കടകൾ, കൺസ്യൂമർ മോളുകൾ, ഇതെല്ലാം വെച്ച് നഗരം അതിവേഗത്തിൽ വളരെ. ഈ വളർച്ചക്കൊരു തടസ്സമുണ്ട്. ജോലിക്ക് ആളെ കിട്ടുന്നില്ല. അതെ, ഏത് സംരംഭകരോട് ചോദിച്ചാലും അവരത് പറയും. ഇപ്പൊ ഷാജി എന്നെ പറഞ്ഞില്ലേ, 50 സംരംഭകരെ ഈ മേളയ്ക്ക് വേണ്ടി കണ്ടപ്പോഴൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം യഥാർത്ഥ പ്രശ്നം ആളെ കിട്ടാത്തത് കൊണ്ട് പല ഏജൻസികളെയും നിയോഗിക്കാണ്. അവർക്ക് ജോലി കിട്ടുന്ന ആളുടെ 1 മാസത്തെ ശമ്പളം കൊടുക്കണം. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പെരിന്തൽമണ്ണ നഗരസഭയെന്നും പെരിന്തൽമണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങളും ഏറെ താൽപര്യത്തോടെയാണ് തൊഴിൽ മേളയിൽ പങ്കാളികളാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 1000 പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ 60-ന്റെ അടുത്ത് കമ്പനികൾ ഇന്നിവിടെ വന്നു കഴിഞ്ഞു. ആ 60 കമ്പനികളിൽ 2000-ഓളം ആളുകളുടെ തൊഴിലവസരങ്ങൾ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓരോ ആളുകളുമായി ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് ആ ജോലി സ്വന്തമാക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു, നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരത്തിലെ 50ഓളം കടകൾ, സ്ഥാപനങ്ങൾ നേരിട്ട് കയറി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ പരിപാടിയുടെ ഭാഗമായി 3 ദിവസം എടുത്തുകൊണ്ടാണ് അത് കയറിയത്. രാവിലെ 9:30 തുടങ്ങി ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്ന രൂപത്തിലുള്ള 3 ദിവസങ്ങൾ ഞങ്ങൾ നേരിട്ട് പോവുകയാണ് ചെയ്യും. സാധാരണ ഈ പെരിന്തൽമണ്ണ എല്ലാ കടകളെയും നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ അവരങ്ങോട്ട് വരും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്തത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ 50 സ്ഥാപനങ്ങളും 2 കൈയും നീട്ടിയാണ് ഞങ്ങളെ സ്വീകരിച്ചത്.
56-ലധികം തൊഴിൽദാതാക്കളും 1700-ലധികം തൊഴിലന്വേഷകരും ഇതിനോടകം തന്നെ ഓൺലൈനായി തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1000-ലധികം ആളുകൾക്ക് തൊഴിൽ നൽകാനാണ് നഗരസഭയുടെ തീരുമാനം. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി 4 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് തൊഴിൽ രഹിതർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നത്. സ്ത്രീകൾക്ക് പ്രാദേശിക തലങ്ങളിൽ കുടുംബശ്രീ മുഖാന്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തൊഴിൽ ഉറപ്പുവരുത്തുന്നു. അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള പ്രധാന പ്രവർത്തനമാണ് നടന്നു വരുന്നത്. അത് തന്നെ 4 പ്രധാന മേഖലകളായി തിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒന്ന്, ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള ഓൺലൈൻ തൊഴിൽ മേള. 2, ഗൾഫ് തൊഴിൽ മേളകൾ. പിന്നെ കോളേജുകളിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനവും തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനവും. 4ാമത്തെ ഭാഗമാണ് പ്രധാന ഭാഗമെന്ന് പറയുന്നത്. അത് പ്രാദേശികമായുള്ള ഒഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അത് പ്രാദേശികമായി തന്നെ ഉദ്യോഗാർത്ഥികളെ കൂടി കണ്ടെത്തി അവർക്ക് തൊഴിൽ വീടിനടുത്ത് തന്നെ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പരമാവധി സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയാണ് അതിന്റെ ലീഡ് റോൾ ഏറ്റെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലും അതാത് തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടെ ആ സ്ഥാപന പ്രദേശത്തുള്ള തൊഴിൽ നൽകാൻ സഹായകമായിട്ടുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും നേരിട്ട് കണ്ടുകൊണ്ട് ആ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള ഒഴിവുകൾ സർവേ ചെയ്തെടുത്ത് ആ ഒഴിവുകൾക്കുള്ള യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ച് ഈ തൊഴിൽദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവർക്ക് തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുകയാണ് പ്രാദേശിക തൊഴിൽമേള ചെയ്യുന്നത്. നഗരസഭയുടെ ഈ പ്രത്യേക ദൗത്യത്തിൽ പങ്കാളിയായതിൽ സന്തോഷമുണ്ടെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ പറഞ്ഞു. മുൻപ് ജോബ് എക്സ്പോ 1 നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന അതിനേക്കാളും പങ്കാളിത്തം നമുക്കിതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രത്യേക ഒരു ദൗത്യമാണ്. അപ്പോൾ ആ ദൗത്യത്തിൻ്റെ കൂടെ പങ്കാളികളാകാണ് കുടുംബശ്രീ, അതുപോലെ തന്നെ വിജ്ഞാന കേരളം. അപ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ട് 5000-ലധികം ആളുകൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനായുള്ള പ്രൊജക്ടിന് രൂപം നൽകിയ സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭയാണ് പെരിന്തൽമണ്ണയിലേതെന്ന് തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിലെ നഗരസഭകളിൽ തൊഴിൽ നൽകുന്നതിന്, അതും 5000 പേർക്ക് തൊഴിൽ നൽകുന്നതിന് ഒരു പ്രൊജക്റ്റ് പദ്ധതി ഉൾപ്പെടുത്തിയ ആദ്യത്തെ നഗരസഭകളിലൊന്നാണ് പെരിന്തൽമണ്ണ നഗരസഭ. കേരളത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഈ നഗരസഭയിൽ പുതിയ ആശുപത്രികൾ, അവയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, അവിടെ ജോലിയർക്ക് വേണ്ടി വരുന്ന പുതിയ മാളുകൾ, ഇങ്ങനെ അതിവേഗത്തിൽ നഗരം വികസിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രധാന പ്രതിബന്ധം എന്താണെന്നറിയോ? ഈ വികസിക്കുന്ന സ്ഥാപനങ്ങളിൽ, സംരംഭങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടത്ര ആളില്ല. ഇവിടെയാണ് നഗരസഭ മുന്നോട്ട് വരണത്. ആർക്ക് ജോലി ചെയ്യാൻ ആളെ വേണോ? ബന്ധപ്പെട്ടോളൂ. ആളെ കണ്ടെത്തി തരിക മാത്രമല്ല, നിങ്ങൾ പറയണ പരിശീലനവും കൊടുക്കും. പറഞ്ഞാൽ മതി, ഇന്ന കാര്യം പരിശീലിപ്പിക്കണം, പരിശീലിപ്പിച്ചു തരും. അതാണ് സേഫ് പ്രൊജക്റ്റ്. ഇത് ഒരു സംശയവും വേണ്ട. ഒരു ഒക്ടോബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് 5000 എന്ന ടാർഗറ്റ് എത്തിയിരിക്കും. പെരിന്തൽമണ്ണയിലെയും നഗരസഭയുടെ പുറത്തുള്ളതുമായ സ്ഥാപനങ്ങളാണ് തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നത്. വിജ്ഞാന കേരളം സേഫ് പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള ജോബ് സ്റ്റേഷൻ നേരത്തെ തന്നെ നഗരസഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, കുടുംബശ്രീ DMC ബി സുരേഷ് കുമാർ, KDISC ജില്ലാ കോർഡിനേറ്റർ ഹേമലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി ടീച്ചർ, മുണ്ടുമ്മൽ ഹനീഫ, അഡ്വക്കേറ്റ് ഷാൻസി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മൻസൂർ നച്ചിയിൽ, നഗരസഭാ സെക്രട്ടറി JR ലാൽകുമാർ, പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, MK ശ്രീധരൻ മാസ്റ്റർ, A ശ്രീധരൻ, സീനത്ത്, നഗരസഭ വിജ്ഞാന കേരളം കോർഡിനേറ്റർ കിനാദിയിൽ സാലി തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.